ഹലോ ഫ്രണ്ട്സ്, ഊട്ടിയിലേക്ക് ഞങ്ങൾ നടത്തിയ ചെറിയൊരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. രാത്രി 12:30-ക്കുള്ള ഒരു ട്രെയിനിലാണ് ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ രാത്രി 12 മണിക്കുള്ള റെയിൽവേ സ്റ്റേഷനിലെ കുറച്ച് ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോയമ്പത്തൂരായിരുന്നു. കോയമ്പത്തൂർ ഞങ്ങൾ ഒരു 3:30 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മേട്ടുപ്പാളയമാണ്. അപ്പോൾ മേട്ടുപ്പാളയത്തേക്കുള്ള ട്രെയിനിന് അവിടെ 5:10-നാണ് വരുന്നുള്ളൂ. അപ്പോൾ കുറച്ചൊരു സമയം അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കിടക്കാനും ഉറങ്ങാനൊക്കെ പരിശ്രമിച്ചു, നടന്നൊന്നുമില്ല. അങ്ങനെ മേട്ടുപ്പാളയത്തിന് ട്രെയിൻ കറക്റ്റ് 5:10-ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. മേട്ടുപ്പാളയത്ത് അത് ഒരു 6:10 ഒരു 6:30 ആവുന്നതോടു കൂടി റീച്ച് ചെയ്തു. മേട്ടുപ്പാളയത്ത് നിന്ന് ഞങ്ങൾ ഊട്ടിയിലേക്ക് ഈ ടോയ് ട്രെയിനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഷ്രൈന് അവൻ്റെ ഒരു ബുക്കിലൊരു ചാപ്റ്ററായിരുന്നു നീലഗിരിയുടെ റാണി എന്നുള്ളത്. അപ്പോൾ 2 കുട്ടികളും അച്ഛനും അമ്മയും കൂടി ഒരു ട്രിപ്പ് പോണതും ഇനീഷ്യലി അവർക്ക് അത് ഇഷ്ടപ്പെടാണ്ടിരുന്നിട്ട് പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവരധികം അതിന് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അത്. അത് കേട്ടപ്പോൾ മുതലേ ഷ്രൈന് ടോയ് ട്രെയിനിൽ പോകണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പൻ എവിടേക്കാണ് വെക്കേഷന് വരുമ്പോൾ ടൂറ് പോകണ്ടേ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് വേറെ ഓപ്ഷനൊന്നും വേണ്ട, ടോയ് ട്രെയിൻ തന്നെയാണ്. ഊട്ടി ആയിരുന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ഞങ്ങൾ ഫസ്റ്റേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ടോയ് ട്രെയിനിൻ്റെ ട്രാവൽ എക്സ്പീരിയൻസ് അറിയുക എന്നുള്ളതാണ്. അവൻ്റെ ബുക്കിൽ അവൻ വായിച്ചിട്ടുള്ള കുറേ പൂക്കൾ കാണണം, പൂമ്പാറ്റകൾ വന്ന് അവൻ്റെ കയ്യും ഇരിക്കണം, ഇതൊക്കെ ആയിരുന്നു അവൻ്റെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ടോയ് ട്രെയിനിൻ്റെ ഫസ്റ്റ് ക്ലാസ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നല്ലവണ്ണം വ്യൂ അവിടെ നിന്ന് കിട്ടും. നല്ല ഗ്ലാസ് വ്യൂ ആണ് ഉണ്ടായിരുന്നത്. നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റും ആണ് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടാവുന്നത്. സെക്കൻഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ 3 പേഴ്സൺ സിറ്റ് ചെയ്യണം, കുറച്ചും കൂടി കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിംഗ് ആണ് അതിൽ വരണത്. അപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മേട്ടുപ്പാളയത്തിലെ കുറേ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ചില കൃഷികളുണ്ട്, വാഴക്കൃഷിയുണ്ട്, പിന്നെ കവുങ്ങും തോപ്പുകളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കൃഷികളുണ്ട്. പിന്നെ ഇവിടുത്തെയൊക്കെ പ്രത്യേകത, ഇവിടെ ഈ വന്യമൃഗങ്ങൾ അവർ വരണ കാരണം കൊണ്ടാണ് തോന്നുന്നു എന്തോ ഒരു ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള വേലിയാണ് ഇവർ അവിടെ മൊത്തത്തിൽ ഇട്ടിട്ടുള്ളത്. അതായത് ചിലപ്പോൾ ഇതൊരു കാട്ടുപ്രദേശമായ കാരണം കൊണ്ട് വേറെ ജീവികൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള വേലികളാണ് അവിടെ മൊത്തം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ആ ഒരു വില്ലേജ് സൈഡ് അല്ലെങ്കിൽ ആൾക്കാരുള്ള സ്ഥലമൊക്കെ വിട്ടിട്ട് കാട്ടിലേക്ക് കയറി. അപ്പോൾ നമ്മുടെ കാട്ടിലേക്ക് ഇങ്ങനെ കയറുന്ന ദൃശ്യങ്ങളാണ് അത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കല്ലാറായിരുന്നു. കല്ലാർ സ്റ്റേഷനിലുള്ള കുറച്ച് വ്യൂസാണ് അത്. അവിടെ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തോടു കൂടിയിട്ട് പിന്നെ നമ്മളിങ്ങനെ പാറയിടുക്കുകൾ വളരെ ക്ലോസ് ആയിട്ടാണ് കാണുന്നുണ്ടായിരുന്നത്. നമ്മൾ തൊട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത്രയും അടുത്തുകൂടെയാണ് ഈ പാറകളൊക്കെ നമ്മൾ കാണുന്നത്. കുറേ തുരങ്കങ്ങളുണ്ട്. ഈ പാറകൾ തുളച്ചിട്ടുള്ള തുരങ്കങ്ങൾ കൂടെയാണ് ഈ ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ക്ലോസ് ആയിട്ടാണ്, ഇതിൻ്റെ അടുത്ത് കൂടെയാണ് പോകുന്നത്. പിന്നെ കുറേ സ്ഥലത്തൊക്കെ കല്ല് കെട്ടിയിട്ട്, അതായത് ലാൻഡ് സ്ലൈഡ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ കരിങ്കല്ല് വെച്ചിട്ട് അവിടെയൊക്കെ ലോക്ക് ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ നീലഗിരിനെ നമ്മൾ കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ സ്റ്റേഷനിൽ, അതായത് ഈ ട്രെയിൻ കുറച്ച് എന്തെങ്കിലും ഒരു വ്യൂ പോയിൻ്റൊക്കെ വരണ സമയത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം, അവിടുത്തെ വ്യൂസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ആസ്വദിക്കാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുരങ്ങന്മാരുടെ ശല്യം നമുക്ക് നല്ലോണം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഫുൾ വിൻഡോസും ഡോർസും ഒക്കെ ക്ലോസ് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇവന്മാർ കയറി അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ടോയ് ട്രെയിൻ ഈ കയറ്റമൊക്കെ വലിക്കുന്നത് പല്ലുള്ള ട്രാക്ക് കൂടെയാണ്.
പല്ലുള്ള ട്രാക്ക് കൂടെ ഈ ചങ്ങല വലിച്ചിട്ടാണ് ഈ ഒരു ട്രെയിൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രാക്കിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇതാണ് എന്താണ് പല്ലുള്ള ട്രാക്ക്. അതായത് ഇത് കാറ്റായ കാരണം കൊണ്ട് ആ കയറ്റത്തുനിന്ന് അത് സ്ലിപ്പാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ട്രാക്ക് പ്രൊവൈഡ് ചെയ്യണത്. പിന്നെ എല്ലാ യാത്രക്കാർക്കും ഈ ട്രെയിനിൽ കയറുക, അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുക, അതൊക്കെയാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ കുരങ്ങന്മാരുടെ ശല്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ ഞങ്ങൾ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ചപ്പാത്തി കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ഷൈൻ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് അവനൊരു ചപ്പാത്തി പാസ് ചെയ്തതും അവൻ പിടിക്കുന്നേക്കാളും മുന്നേ തന്നെ ഒരു കുരങ്ങൻ വന്നിട്ടാണ് അത് പിടിച്ചുകൊണ്ട് പോയത്. പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ തുരങ്കങ്ങൾ കൂടെ തന്നെയാണ് കൂടുതലായിട്ട് ഈ ട്രാവൽ ചെയ്യണത്. ആ ഒരു കോനൂർ വരെയുള്ള ഒരു ഡിസ്റ്റൻസിലാണ് നമുക്ക് മെയിനായിട്ട് ഇങ്ങനെ കുറേ തുരങ്കങ്ങളും പിന്നെ ഈ കാടുകളൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഈ ഒരു പാസേജ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണത്. എല്ലാ ആൾക്കാർക്കും ഈ ഒരു പാസേജിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര ഓളിയിട്ട് ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു ഓളത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്യണത് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും ഈ ഊട്ടിയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് തുടങ്ങി. ഈ കാടുകളിൽ നിന്ന് നമ്മൾ തേയിലത്തോട്ടങ്ങളിലേക്കുള്ള വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ രണ്ട് സൈഡും ട്രെയിനിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ടാവുന്നത് ഒരു വ്യൂ ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത് അതിന് വ്യത്യസ്തമായിട്ടുള്ള വേറെ വ്യൂ ആയിരിക്കും. പിന്നെ നമുക്ക് കുറേ കാട്ടുചോലകളൊക്കെ ഇതിൻ്റെ കൂടെ കാണാൻ പറ്റും. ഓരോ വ്യൂ പോയിൻറ്റിലും ട്രെയിൻ നമുക്ക് വേണ്ടി നിർത്തി തരും. അവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കും. അതേപോലെ തന്നെ ട്രെയിനിൻ്റെ എൻജിൻ എന്തോ ചൂടാവും തോന്നുന്നു. സിൻസ് ഇത് കോളിട്ടിട്ടാണല്ലോ നമ്മുടെ എൻജിൻ വർക്ക് ചെയ്യണേ. അപ്പോൾ അതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ എൻജിൻ നിർത്തിയിട്ട് അതിലെന്തോ വെള്ളം ഇവർ ഒഴിക്കുന്നുണ്ട്. ഒരു പമ്പ് വെച്ചിട്ട് വെള്ളം ഫില്ല് ചെയ്യുന്നുണ്ട്. സ്റ്റേഷൻ്റെ ചുമരുമേ വരച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആർട്ടായിരുന്നു അത്, നിറച്ച് ആനകളുടെ പടമൊക്കെ ആയിട്ട്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാർ പാസ് ചെയ്യണതൊക്കെ കാണാം കേട്ടോ. ഈ ഡിസ്റ്റൻസിൽ ഈ തേയിലത്തോട്ടത്തിൽ വർക്ക് ചെയ്യണ ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് നമ്മൾ ഈ ഒരു പോണ വഴിയിൽ കാണുന്നത്. അല്ലാണ്ട് ഇവിടെ വില്ലേജ് ഏരിയയോ അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ചില ഏരിയകളിൽ ഇങ്ങനെ ഈ തേയിലത്തോട്ടത്തിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരേനൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഈ തേയിലത്തോട്ടങ്ങളിലെ എല്ലാ മരങ്ങളിലും അവർ കൊമ്പ് മുറിച്ച് ജസ്റ്റ് ഇങ്ങനെ വരണ ആ ഒരു ഇല മാത്രമായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ നിർത്തിയിരിക്കണം, ഇനി കാറ്റ് പിടിക്കണ കാരണം കൊണ്ടാണോ അതങ്ങനെ നിർത്തിയിരിക്കണേന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ അവൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ നല്ല ചുവപ്പ് വിരിച്ചിട്ടുള്ള ചെടികൾ കാണാമെന്ന് പറഞ്ഞ്, നല്ല വർണ്ണാഭമായ പൂക്കളുള്ള ചെടികൾ എന്ന് പറയണത് ഈ പച്ചക്കളറുള്ള ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ നല്ല ഫുൾ കളറ് ചുവപ്പായിട്ടുള്ള ചില ചെടികൾ കാണാൻ പറ്റുന്നുണ്ട്. അതുതന്നെയാണ് അവരങ്ങനെ പറഞ്ഞിരിക്കണേന്ന് തോന്നുന്നു. അതേപോലെ തന്നെ നമുക്ക് മരങ്ങൾ, നമുക്ക് ഒരു സൈഡിൽ നിന്ന് കയറ്റമാണ് കാണുന്നത്, അടുത്ത സൈഡിൽ നമ്മളതിൻ്റെ ഇറക്കമാണ് കാണുന്നത്. രണ്ടും രണ്ട് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഷൈന് അവൻ്റെ പുസ്തകത്തിലുള്ള പോലെ പൂമ്പാറ്റകൾ വന്ന് അവൻ്റെ കയ്യിൽ ഇരുന്നിട്ടില്ല എന്നുള്ള ആ ഒരു സങ്കടം തന്നെയായിരുന്നു ഈ ഒരു ജേർണിയിൽ ഫുള്ളുണ്ടായിരുന്നത്. പിന്നെ രാത്രിയത്തെ ഉറക്കക്ഷീണം കാരണം കൊണ്ട് വിൻഡോ സീറ്റായിരുന്നിട്ട് കൂടി ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടി ആൾ ചെറുതായിട്ടൊക്കെ ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പോണതിൻ്റെ ഇടയിൽ തന്നെ നമുക്കിങ്ങനെ ഒരു വില്ലേജ് ഏരിയ പോലെ, അതായത് നമുക്ക് ഈ തേയിലത്തോട്ടങ്ങളിലെ ആൾക്കാർ താമസിക്കേണ്ട സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഇതിന് ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളും ആൾക്കാരേനെയൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് ചില സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഈ ഒരു ഫുൾ കാട് മാത്രമല്ല,
ഇങ്ങനെ ചില പൊസിഷനിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റും. രണ്ട് സൈഡിലും ഡിഫറെൻറ്റ് വ്യൂ ആയതുകൊണ്ട് ഏത് സൈഡ് എടുക്കണം എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഒരു കൺഫ്യൂഷനാണ്. അങ്ങനെ ഒരു 2 hours 2.5 hours ഒക്കെ ട്രാവൽ കഴിഞ്ഞപ്പോൾ ഒരു ബൈ 10:30 ഒക്കെ ആയിട്ട് നമ്മൾ കൂനൂരെത്തി. കൂനൂർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്മോൾ ടൗൺ ആണ്. അപ്പോൾ നമ്മുടെ ഈ ടോയ് ട്രെയിൻ പോണത് ഈ റോഡും നിറച്ച് ബിൽഡിങ്സൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്തു കൂടെ തന്നെയാണ്. അതായത് ആ ഒരു ടൗണിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ട്രെയിനും പാസ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റേഷൻ എന്ന് പറയുന്നതും ഇവിടെ ഭയങ്കര അടുത്ത് തന്നെയാണ് ഉള്ളത്. ഈ ഒരു ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് എന്ത് വരുന്നത്, കൂനൂരിലെ ഈ ഒരു ടോയ് ട്രെയിനിൻ്റെ സ്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിന്ന് കുറേ ട്രെയിൻസ് ഉണ്ട്. നമ്മുടെ ഊട്ടിയിലേക്ക് മഡ്ഗണിലേക്ക് കുറേ ട്രെയിൻസ് ഉള്ള കാരണം കൊണ്ട് കുറേ അതായത് ഫ്രം ഊട്ടി ടു കൂനൂർ, കൂനൂർ ടു ഊട്ടി നമുക്ക് ടോയ് ട്രെയിനിൻ്റെ എണ്ണം അല്ലെങ്കിൽ കൗണ്ട് കൂടുതലാണ്. നമ്മൾ മേട്ടുപ്പാളയത്തു നിന്ന് ഇങ്ങോട്ട് ആകെ ഒരു ട്രെയിനേ ഉള്ളൂ, വൺസ് മാത്രമാണ് ആ സർവീസ് ഉള്ളൂ. പക്ഷേ ഈ കൂനൂർ ടു ഊട്ടി നമ്പർ ഓഫ് ട്രെയിൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴാണ് നമുക്ക് സ്പ്ലിറ്റായിട്ടുള്ള വേറെ ട്രാക്ക്, അതായത് ഇവിടെ നിന്ന് നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കൂനൂരിൽ നിന്ന് നമ്മൾ ഡയറക്ഷൻ മാറ്റുന്നുണ്ട് ട്രെയിനിൻ്റെ. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റേഷനിലേക്ക് വരും. സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പിന്നെ കുറച്ചൊന്ന് ഫോർവേഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഡയറക്ഷൻ മാറ്റിയിട്ട് നമ്മുടെ ട്രെയിൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ട്രെയിൻസ് കാണാം. സെയിം മോഡലുള്ള പാരലായിട്ട് കുറേ ട്രെയിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രെയിനിന് ചെറുതായിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവരവിടെ ക്ലിയർ ചെയ്യണ വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ മെക്കാനിക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം സമയം കഴിഞ്ഞിട്ടും ട്രെയിൻ മൂവ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനെ എന്തോ ഒരു ഇഷ്യൂ വന്നിട്ട് അവരത് ക്ലിയർ ചെയ്യുമായിരുന്നു. പിന്നെ ഈ ട്രെയിനിൻ്റെ ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഓരോ ഈ TTRമാരുണ്ട് തോന്നുന്നു, ഈ എക്സാമിനേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ ഓരോ കമ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ ഫോർവേഡ് പോകാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇനീഷ്യലി ഈ ഒരു ഗ്രീൻ ഫ്ലാഗ് കാണിക്കണത്. എല്ലാ കമ്പാർട്ട്മെൻറ്റിലും ഉണ്ട് കറസ്പോണ്ടിങ് ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് ആ ഒരു കമ്പാർട്ട്മെൻറ്റിനെ, അതായത് നമ്മൾ ഈ ഓരോ കമ്പാർട്ട്മെൻറ്റിനെയും ഇവിടെ തന്നെ എന്തോ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഒരു ഡയറക്ഷൻ ഇവർ അതേപോലെ തന്നെ ശരിയാക്കണത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെന്ന്, ട്രെയിനിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെന്ന്, അതിനുള്ള ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനീഷ്യലി അവർ ഗ്രീൻ ഫ്ലാഗ് കാണിച്ചിട്ട് കുറച്ചു നേരം മുന്നോട്ട് പോകും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു റെഡ് ഫ്ലാഗ് കാണിക്കും. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഈ റെഡ് ഫ്ലാഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ ഫ്ലാഗ് കാണിക്കും. അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് പുതിയൊരു ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും സെപ്പറേറ്റ് TTs ഉണ്ടായിരുന്നു. അവരാണ് ഈ ഒരു ട്രെയിനിനെ കൺട്രോൾ ചെയ്യണത്. സോ എത്ര കമ്പാർട്ട്മെൻ്റ് ഉണ്ടോ അത്രയും കമ്പാർട്ട്മെൻറ്റിൽ ആ ഒരു ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി കൂനൂരിൽ നിന്ന് ഊട്ടിക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഈ ഒരു ഹിൽ സൈഡ് അല്ലെങ്കിൽ ഹിൽ ടോപ്പ് വ്യൂസ് തന്നെയാണ് കൂടുതലായിട്ടും കിട്ടുന്നുണ്ടായിരുന്നത്. ഇത്രയും നേരം നമുക്ക് പല നല്ല വലിയ സൈസിലുള്ള മരങ്ങളുടെ കാടിൻ്റെ വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. കൂനൂരിൽ നിന്ന് അങ്ങോട്ട് നമുക്കുള്ളത് ഈ പൈൻ കാടുകളുടെ വ്യൂസാണ് കൂടുതൽ. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കൂടുതൽ കാണാൻ പറ്റണത് ഈ പൈൻ മരങ്ങൾ നിറഞ്ഞിട്ടുള്ള കാടുകളായിരുന്നു. ബൈ 12:30 ആയപ്പോഴേക്കും നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ഓൺ ടൈമായിരുന്നു. ഞങ്ങൾ സ്റ്റേഷനിൽ ഇറക്കി നെക്സ്റ്റ് ആൾക്കാരെ കയറ്റി ട്രെയിൻ നെക്സ്റ്റ് അതിൻ്റെ തിരിച്ച് മേട്ടുപ്പാളയത്തേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു ടാക്സി പിടിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടൽ ശ്രീ ബാലാജി ഹോട്ടലിലേക്ക് മൂവ് ചെയ്തു. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ്. അത് നല്ല ഭംഗിയിലൊരു എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊട്ടിയുടെ ഭംഗിയൊക്കെ ജസ്റ്റ് ഒന്ന് ആസ്വദിച്ച് ആ തിരക്കൊക്കെ കണ്ട് നമ്മുടെ ഹോട്ടലിലെത്തി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടായിരുന്ന സ്ഥലം. ഒരു 2 ബെഡുള്ള ഒരു റൂം, പിന്നെ
ബാത്റൂം, പിന്നെ ഒരു ഹോട്ട് വാട്ടറിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ ടൈം. താങ്ക് യു വാച്ചിങ്.